Hi friends, syllogismത്തിന്റെ വേറൊരു ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൺലി ആൻഡ് ഓൺലി എ ഫ്യൂ. നമ്മളിപ്പോൾ പഠിച്ചു സം എ ആർ ബി എങ്ങനെ ഡിനോട്ട് ചെയ്യും, എങ്ങനെ വരയ്ക്കും, അതേപോലെ ഓൾ എ ആർ ബി എങ്ങനെ വരയ്ക്കും, സം എ ആർ നോട്ട് ബി എങ്ങനെയാണ് ഒക്കെ നോക്കിയതാണ്, പോസിബിലിറ്റി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇനി ഓൺലി എ ആർ ബി, ഓൺലി എ ആർ ബി, ഓൺലി എ ആർ ബി എന്ന് പറഞ്ഞ അർത്ഥം ഓൾ ബി ആർ എ എന്നാണ്. ഓൺലി എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബി ആർ എ ആണ്, അത് റൂളാണ്. ഓൺലി എ ആർ ബി പറഞ്ഞാൽ ഓൾ ബി ആർ എ. അപ്പോൾ ഓൾ ബി ആർ എ എങ്ങനെ വരയ്ക്കുക നമ്മൾ? ഓൾ ബി ആർ എ. ഈ ഡയഗ്രാണ് ഓൺലി എ ആർ ബി എന്ന് പറയുന്നത്. ഓൺലി എ ആർ ബി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ബി ആർ എ എന്ന് വരയ്ക്കണം. അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ അതാണ് ഓൺലി എ ആർ ബി. ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ഓർക്കുക? സം എ ആർ ബി എന്നുള്ളൊരു കൺസെപ്റ്റാണല്ലേ ഓർക്കുക. ഈ വരച്ചു കഴിഞ്ഞാൽ സം എ ആർ ബി, കാരണം അങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓൺലി എ ഫ്യൂ എ ആർ ബി. എയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ബി എന്നാണ് അർത്ഥം. അതായത് ബാക്കി ഭാഗം ബി അല്ല, അതാണ് അർത്ഥം. എയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ബി, റിമൈനിങ് ഭാഗം ബി അല്ല എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ സം എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സം ബി ആർ എ എന്നാണ് അർത്ഥമുള്ളൂ. എയുടെ ബാക്കി ഭാഗം ബി അല്ല എന്ന് അർത്ഥമില്ല. പക്ഷേ ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ബി. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ പറഞ്ഞു സം എ ആർ ബി പറഞ്ഞാൽ സം ബി ആർ എ ആണ്. അതേപോലെ പോസിബിലിറ്റി പറഞ്ഞാൽ ഓൾ എ ക്യാൻ ബി ബി, ഓൾ ബി ക്യാൻ ബി എ. അത്രയും കാര്യം നമ്മൾ മുന്നേ പഠിച്ചത്. ഇവിടെ ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറയുമ്പോൾ സം എ ആർ ബി ആണ് ഒരു കൺക്ലൂഷൻ, സം എ ആർ നോട്ട് ബി. ഇവിടുന്ന് പറ്റുന്ന കൺക്ലൂഷൻസാണ് പറയുന്നത്. സം എ ആർ ബി ആൻഡ് സം എ ആർ നോട്ട് ബി. അതാണ് ഓൺലി എ ഫ്യൂ എ ആർ ബിൻ്റെ അർത്ഥം. എയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ബി പറഞ്ഞാൽ ബാക്കി ഭാഗം ബി അല്ല. അപ്പോൾ സം എ ആർ ബി കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ സം എ ആർ നോട്ട് ബിയും അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ തന്നിട്ടില്ലെങ്കിൽ പോലും സം നോട്ട് എന്നുള്ളൊരു കൺക്ലൂഷൻ അതിൽ വരും. പിന്നെ പോസിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യം, ഇവിടെ എയുടെ എല്ലാ ഭാഗവും ബി ആവുമെന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഓൾറെഡി പറഞ്ഞു എയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ബി. അപ്പോൾ ഓൾ എ ക്യാൻ ബി ബി എന്ന് പറയുന്നത് അവിടെ ട്രൂ ആയിരിക്കുമോ? ഇല്ല. ഓൾ എ കാണ്ട് ബി. കാരണം എന്താ? എയുടെ കുറച്ച് ഭാഗം മാത്രമേ ബി ആയിട്ട് വരുള്ളൂ. എയുടെ ബാക്കി കുറച്ച് ഭാഗം ബി അല്ല. അപ്പോൾ എല്ലാ എയും ബി ഒരിക്കലും ആവില്ല. പക്ഷേ സമ്മിൻ്റെ കേസിൽ സം എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഓൾ എ ക്യാൻ ബി ബി, ഓൾ എ ക്യാൻ ബി ബി എന്നുള്ള പോസിബിലിറ്റി നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ പോസിബിലിറ്റി പഠിക്കുമ്പോൾ. അപ്പോൾ ഓൾ എ ക്യാൻ ബി ബി എന്ന് സമ്മിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഓൺലി എ ഫ്യൂ എ ആർ ബിൻ്റെ കേസിൽ ഓൺലി സം എ ആർ ബി, സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞ പോലെ തന്നെ പോസിബിലിറ്റി കേസ് വരുമ്പോൾ ഓൾ എ ക്യാൻ ബി ബി എന്ന് പറയാൻ പറ്റില്ല. കാരണം എയുടെ കുറച്ച് ഭാഗം ഒരിക്കലും ബി അല്ല. അപ്പോൾ എയുടെ എല്ലാ ഭാഗവും ബി ആണെന്ന് പറയുന്ന പോസിബിലിറ്റി അവിടെ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. തിരിച്ച് ഓൾ ബി ക്യാൻ ബി എ. ഇവിടെ എയുടെ കുറച്ച് ഭാഗം ബി ആണ്, എയുടെ കുറച്ച് ഭാഗം ബി അല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബീൻ്റെ എല്ലാ ഭാഗവും എ ആവാം, അത് പറ്റില്ല എന്നവിടെ പറഞ്ഞിട്ടില്ല. ബീനെ കുറിച്ച് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നില്ല. എയിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞാൽ എയിൻ്റെ കുറച്ച് ഭാഗം ബി ആണ്, എയിൻ്റെ കുറച്ച് ഭാഗം ബി അല്ല എന്നർത്ഥം. തിരിച്ച് ബീൻ്റെ കുറച്ച് ഭാഗം എ അല്ലാന്നോ അല്ലെങ്കിൽ എല്ലാ ബിയും എ അല്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ബീനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഓൾ ബി ക്യാൻ ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിബിലിറ്റി ആണല്ലോ. അപ്പോൾ ബീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോസിബിലിറ്റി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾ എ ക്യാൻ ബി ബി എന്ന് പറയാൻ പറ്റില്ല. ഓൾ ബി ക്യാൻ ബി എ പറയാൻ പറ്റുള്ളൂ. അത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. പിന്നെ ഇവിടെ പറഞ്ഞു ഓൺലി എ ആർ ബി പറഞ്ഞാൽ ഓൾ ബി ആർ എ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തിരിച്ച് ഒരു എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഡയഗ്രാം എന്താണ് പറയുന്നത്? ഓൺലി എ ഫ്യൂ എ ആർ ബി
ഓൾ ബി ആർ സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും? ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എ ആർ ബി കറക്റ്റാണ്, സം എ ആർ നോട്ട് ബി കറക്റ്റാണ്. അത് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഭാഗം. അതേപോലെ തിരിച്ച് ഓൾ എ കാണ്ട് കനോട്ട് എന്നാണ് കേട്ടോ, കാണ്ട് ബി ബി, പക്ഷേ ഓൾ ബി ക്യാൻ ബി എ. ഇത്രയും കാര്യം പറഞ്ഞൂടെ? ഓൾ ബി ക്യാൻ ബി എ, പക്ഷേ ഓൾ എ കനോട്ട് ബി ബി. കാരണം എന്താ? സം എ ആർ നോട്ട് ബി ആണ്, അതുകൊണ്ട്. അതേപോലെ ഇവിടെ അത് എയും ബിയും വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എയും ബിയും തമ്മിലാണ് ആ ഓൺലി കണക്ഷൻ വന്നിട്ടുള്ളൂ, പക്ഷേ എയും സിയും തമ്മിൽ ആ കണക്ഷൻ ഇല്ല. അതിനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കാണിച്ച് എയും ബിയും തമ്മിലാണ് അത് കണക്ഷൻ, എയും ബിയും തമ്മിലാണ് കണക്ഷൻ. അപ്പോൾ എയും സിയും അവിടെ കണക്ഷൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, ഓൺലി എ ഫ്യൂ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ കേസിൽ വെച്ച് നോക്കുമ്പോൾ ഓൾ എ ക്യാൻ ബി സി അത് ഫോളോ ചെയ്യും. ഓൾ എ ക്യാൻ ബി സി ഫോളോ ചെയ്യും. അത് വേണമെങ്കിൽ നമുക്കത് വരച്ച് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഇത്, ബി ഇത്, ഓൺലി എ ഫ്യൂ എ ആർ ബി. ഇനി ഓൾ എ ബിയിങ് സി ഈസ് എ പോസിബിലിറ്റി പറഞ്ഞാൽ നമുക്ക് ഓൾ ബി ആർ സി എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ബീനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? ബീനെ കവർ ചെയ്തുകൊണ്ട് സീനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഓൾ എ ക്യാൻ ബി സി കറക്റ്റായി. അതായത് എയും ബിയും തമ്മിലാണ് ഓൺലി എ ഫ്യൂ റിലേഷൻ ഉള്ളൂ, അതുകൊണ്ട് അവ തമ്മിൽ അത് നോക്കേണ്ട കാര്യമുള്ളൂ. എയും സിയും തമ്മിലുള്ള പോസിബിലിറ്റി എന്തായാലും നിൽക്കും. പക്ഷേ എയും ബിയും തമ്മിൽ നോക്കുമ്പോൾ ഓൾ എ കനോട്ട് ബി ബി, പക്ഷേ ഓൾ ബി ക്യാൻ ബി എ. പിന്നെ ഓൾ എ ക്യാൻ ബി സി, അത് പറഞ്ഞ പോലെ തന്നെ സിയും എയും തമ്മിലും റിലേഷൻ കിട്ടും. ഇനി ഇവിടെ അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പറയുന്നത് ഓൺലി ബി ആർ എ. ഓൺലി ബി ആർ എ എന്ന് പറഞ്ഞാൽ ഓൾ എ ആർ ബി ആണ്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഓൺലി എ ഫ്യൂ ബി ആർ സി. ഓൺലി എ ഫ്യൂ ബി ആർ സി പറഞ്ഞാൽ ബീൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് സി, ബീൻ്റെ ബാക്കി ഭാഗം സി അല്ല എന്നർത്ഥം. ഇതിൻ്റെ ഉള്ളിൽ ഓൺലി ബി ആർ എ പറയുമ്പോൾ ഓൾ എ ആർ ബി എന്നുള്ളൊരു കണക്ഷനാണല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു റൂളും കൂടി ഉണ്ട്. ഓൺലി എ ഫ്യൂയും ഓൺലിയും വന്നു കഴിഞ്ഞാൽ ഈ എയും സിയും തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല. അതായത് ഓൺലി ബി ആർ എ എന്ന് പറഞ്ഞാൽ എക്ക് ബി ആയിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. ആ ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓൺലി എ ആർ ബി, ഓൺലി ബി ആർ എ പറഞ്ഞാൽ ഓൾ എ ആർ ബി ആണ്. പിന്നെ ഇവിടെ ഓൺലി എ ഫ്യൂ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ എയും സിയും തമ്മിലുള്ളൊരു കണക്ഷൻ ഇവിടെ പറഞ്ഞു, പക്ഷേ ഇവിടെ അത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ബി ആർ എ, അതായത് ഓൾ എ ആർ ബി എന്നാണ് അർത്ഥം. തിരിച്ച് ഇവിടെ ഓൾ എ ആർ ബി എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരുന്നു വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഓൺലി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് ബിയും എയും തമ്മിൽ മാത്രമേ റിലേഷൻ ഉള്ളൂ എന്ന് അവിടെ അർത്ഥം. അപ്പോൾ എയും സിയും തമ്മിൽ അവിടെ കണക്ഷൻ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ട് വേണം ഫിഗർ വരയ്ക്കാൻ. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് കിട്ടും നമുക്ക്? ഓൺലി എ ഫ്യൂ ബി ആർ സി പറഞ്ഞാൽ സം ബി ആർ സി, സം ബി ആർ നോട്ട് സി, ഓൾ ബി കനോട്ട് ബി സി, ഓൾ സി ക്യാൻ ബി ബി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്. ഓൾ സിയും ബിയും തമ്മിൽ പറയാലോ, കാരണം ഓൺലി എ ഫ്യൂ ബി ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബി കനോട്ട് ബി സി, പക്ഷേ ഓൾ സി ക്യാൻ ബി ബി. പക്ഷേ ഇവിടുന്ന് എക്സ്ട്രാ ഒരു പോയിന്റും കിട്ടുകയാണ്, നോ എ ഈസ് സി. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നോ എ ഈസ് സി എന്ന് പറഞ്ഞ ഒരു പോയിൻ്റാണ് നമ്മൾ എപ്പോഴും എക്സാമിന് നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു പോയിന്റ് വിട്ടു പോവാതെ നമ്മൾ ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഓൺലി ബി ആർ എ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ എയും സിയും അവിടെ റിലേഷൻ ഇല്ലാത്തത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഓൺലി ആൻഡ് ഓൺലി എ ഫ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൺലി എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബി ആർ എ എന്നാണ് അർത്ഥം. പിന്നെ ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്, പക്ഷേ സം എ ആർ ബിയും സം എ ആർ നോട്ട് ബിയും ആണ്. അതായത് എക്ക് ബിയും ആയിട്ട് മൊത്തമായിട്ടുള്ളൊരു റിലേഷൻ ഇല്ല. സം എ ആർ ബി, സം എ ആർ നോട്ട് ബി. അതുകൊണ്ട് തന്നെ പോസിബിലിറ്റി നോക്കുമ്പോൾ ഓൾ എ കനോട്ട് ബി ബി ആണ്, പക്ഷേ ഓൾ ബി ക്യാൻ ബി എ. ആ കാര്യം നോക്കുക. പിന്നെ ഓൺലിയും ഓൺലി എ ഫ്യൂ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫിഗർ വരികയാണെങ്കിൽ അവിടെ എക്ക് ബിയും മാത്രമായിട്ട് കണക്ഷൻ ഉണ്ടാവുള്ളൂ. അതായത് ഓൺലി ബി ആർ എ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ
ബിയും എയും തമ്മിൽ മാത്രമേ കണക്ഷൻ വരാൻ പാടുള്ളൂ, എയും സിയും കണക്ഷൻ വരാൻ പാടില്ല. ഇത്രയും പോയിന്റ് ശ്രദ്ധിക്കുക, നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഓൺലി എ ഫ്യൂ ബാറ്റ്സ് ആർ ക്യാറ്റ്. അപ്പോൾ നമ്മൾ ബാറ്റ് വരച്ചു, ബാറ്റിൻ്റെ കുറച്ച് ഭാഗം ക്യാറ്റാണ്, ബാക്കി ഭാഗം ക്യാറ്റ് അല്ല എന്നർത്ഥം. പിന്നെ ഓൾ ക്യാറ്റ്സ് ആർ ബോൾസ്, ക്യാറ്റ് ബോൾ. ഓൺലി എ ഫ്യൂ ബോൾസ് ആർ ടൈഗർ. അപ്പോൾ ബോളും ടൈഗർ തമ്മിൽ ഓൺലി എ ഫ്യൂ റിലേഷനാണ്, ബോളിൻ്റെ ബാക്കി ഭാഗം ടൈഗർ അല്ല. ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കുക, ഓൺലി ക്യാറ്റ്സ് ആർ ബോൾസ്. ഓൺലി ക്യാറ്റ്സ് ആർ ബോൾസ് എന്നാണ് കൺക്ലൂഷൻ. ഓൺലി ക്യാറ്റ്സ് ആർ ബോൾസിൻ്റെ അർത്ഥം എന്താ? ഓൾ ബോൾസ് ആർ ക്യാറ്റ്സ്. അതാണല്ലോ നേരത്തെ പറഞ്ഞത്. ഓൺലി എ ആർ ബി പറഞ്ഞാൽ ഓൾ ബി ആർ എ എന്നാണ്. അപ്പോൾ ഓൾ ബോൾസ് ആർ ക്യാറ്റ്സ് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബോളും ക്യാറ്റും നോക്കുക. അവിടെ ഓൾ ക്യാറ്റ്സ് ആർ ബോൾസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. തിരിച്ചത് പറയാൻ പറ്റുമോ? ഓൾ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ബി ആർ എ എന്ന് തിരിച്ച് പറയാൻ പറ്റില്ല. സം ബി ആർ എ ആണ് കറക്റ്റ് ഉള്ളൂ. അപ്പോൾ ഓൾ ബോൾസ് ആർ ക്യാറ്റ്സ് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓൺലി ക്യാറ്റ്സ് ആർ ബോൾസ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. രണ്ടാമത്തേത് എ ഫ്യൂ ബാറ്റ്സ് ആർ ടൈഗേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കുക, എ ഫ്യൂ, ഓൺലി എ ഫ്യൂ എന്നല്ല, എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എന്നർത്ഥം. അപ്പോൾ സം ബാറ്റ്സ് ആർ ടൈഗേഴ്സ്. ടൈഗർ ഇവിടെയാണ്, ബാറ്റ് ഇവിടെയാണ്. ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ? നമ്മൾ പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ആണെങ്കിൽ അത് പോസിബിലിറ്റിയിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ സം ബാറ്റ്സ് ആർ ടൈഗേഴ്സ് എന്ന് ഡയറക്റ്റ് പറയാൻ പറ്റുമോ? ഇവിടെ നമുക്ക് ഈ ടൈഗറിനെ ഇവിടെ വെച്ച് വരച്ച് കഴിഞ്ഞാലും ഈ ടൈഗറും ബാറ്റും തമ്മിൽ റിലേഷൻ വരും, പക്ഷേ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എ ഫ്യൂ ബാറ്റ്സ് ആർ ടൈഗേഴ്സ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ നെയ്തർ വൺ നോർ ടു ഈസ് ഫോളോ എന്നാണ് വരിക, നൺ ഈസ് ഫോളോ എന്നും പറയാം. അതാണ് അതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺലി എ ഫ്യൂ പെറ്റ് ഈസ് ടബ്. അപ്പോൾ പെറ്റ് വരയ്ക്കുക, ഓൺലി എ ഫ്യൂ, പെറ്റിൻ്റെ ബാക്കി ഭാഗം ടബല്ല. നോ ടബ് ഈസ് ക്ലേ. പിന്നെ ഓൺലി എ ഫ്യൂ ക്ലേ ഈസ് ഷീറ്റ്. ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഇനി കൺക്ലൂഷൻസ് നോക്കുക. സം പെറ്റ് ഈസ് നോട്ട് ടബ്. ഇവിടെ പെറ്റ് ടബിൻ്റെ ഓൺലി എ ഫ്യൂ റിലേഷനാണ്. ഓൺലി എ ഫ്യൂ പെറ്റ് ഈസ് ടബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സം പെറ്റ് ആർ ടബ് ആൻഡ് സം പെറ്റ് ആർ നോട്ട് ടബ്. അപ്പോൾ സം പെറ്റ് ഈസ് നോട്ട് ടബ് ഈസ് അത് ഡെഫിനറ്റ് ആയിട്ടുള്ള കൺക്ലൂഷനാണ്, അപ്പോൾ അത് ശരിയാണ്. പിന്നെ സം ഷീറ്റ് ഈസ് നോട്ട് പെറ്റ്. ഷീറ്റ് ഇവിടെ, പെറ്റ് ഇവിടെ. അപ്പോൾ നമ്മളൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് റിലേഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ സം ഷീറ്റ് നോട്ട് പെറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാം, ടബുമായിട്ട് കണക്ട് ചെയ്യേണ്ട വരച്ചാൽ മതി. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് ഫോളോ ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം നോക്കുക. സം ഷീറ്റ് നോട്ട് ക്ലേ. ഷീറ്റ് ഇവിടെ, ക്ലേ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സം ഓൺലി എ ഫ്യൂ ക്ലേ ഈസ് ഷീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സം ക്ലേ ആർ ഷീറ്റ്, സം ക്ലേ ആർ നോട്ട് ഷീറ്റ്. പക്ഷേ തിരിച്ച് ഷീറ്റിൻ്റെ കാര്യത്തിൽ വെച്ച് പറയാൻ പറ്റുമോ? സം ഷീറ്റ് ആർ ക്ലേ ആണ്, പക്ഷേ സം ഷീറ്റ് ആർ നോട്ട് ക്ലേ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൺലി എ ഫ്യൂ ഷീറ്റ് ഈസ് ക്ലേ എന്നല്ല കൊടുത്തിരിക്കുന്നത്, ഓൺലി എ ഫ്യൂ ക്ലേ ഈസ് ഷീറ്റ് എന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ സം ക്ലേ ആർ നോട്ട് ഷീറ്റ് ആണ് കറക്റ്റ് ഉള്ളൂ. തിരിച്ച് സം ഷീറ്റ് ആർ നോട്ട് ക്ലേ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി വിചാരിക്കുന്നു? ഓൺലി എ ഫ്യൂ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സം എ ആർ ബി, സം എ ആർ നോട്ട് ബി ആണ് ട്രൂ ഉള്ളൂ. തിരിച്ച് സം ബി ആർ എ ട്രൂ ആണ്, അത് ഓൾറെഡി അറിയാം. പക്ഷേ സം ബി ആർ നോട്ട് എ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എനെ വെച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓൺലി എ ഫ്യൂ ആരുടെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവരുടെ മാത്രമേ നെഗറ്റീവ് റിലേഷൻ ഉള്ളൂ. അപ്പോൾ സം ഷീറ്റ് ആർ നോട്ട് ക്ലേ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. മനസ്സിലായി വിചാരിക്കുന്നു? സം ഷീറ്റ് ആർ നോട്ട് ക്ലേ ഫോൾസ് ആണ്. കാരണം ഓൺലി എ ഫ്യൂ ക്ലേ ഷീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സം ക്ലേ ആർ ഷീറ്റും സം ക്ലേ ആർ നോട്ട് ഷീറ്റും ആണ് കറക്റ്റ്. സം ഷീറ്റ് ആർ നോട്ട് ക്ലേ പറയുന്നത് കറക്റ്റ് അല്ല. സം പെറ്റും ടബും വരാൻ കാരണം എന്താ? സം പെറ്റ് ഈസ് നോട്ട് ടബ് എന്ന് പറഞ്ഞാൽ സം പെറ്റ് ഈസ് നോട്ട് ടബ്. അത് കാരണം എന്താണ്? ഓൺലി എ ഫ്യൂ പെറ്റ് ഈസ് ടബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? സം പെറ്റ് ആർ ടബ് ആൻഡ് സം പെറ്റ് ആർ നോട്ട് ടബ് എന്നാണ് അതിൻ്റെ കൺക്ലൂഷൻ. അതുകൊണ്ടാണ് ഇത് ട്രൂ ആയത്, ഇത് ഫോൾസ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഓൾ നമ്പർ ആർ വേർഡ്സ്. നമ്പേഴ്സ് ഉണ്ട്, അതിനെ കവർ ചെയ്തിട്ട് വേർഡ്സ് വരച്ചു. ഓൾ വേർഡ്സ് ആർ പാര. ഓൺലി എ ഫ്യൂ പാര ആർ ലെറ്റർ. അപ്പോൾ പാരയും ലെറ്ററും തമ്മിൽ ഓൺലി എ ഫ്യൂ കണക്ഷനാണ്. പാരൻ്റെ കുറച്ച് ഭാഗം ലെറ്റർ അല്ല.
അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കുക, സം പെയർ ആർ നോട്ട് ലെറ്റർ. ഓൺലി എ ഫ്യൂവിൻ്റെ ഓൾറെഡി ഉള്ള കൺക്ലൂഷൻ തന്നെയാണ് സം പെയർ ആർ ലെറ്റർ, സം പെയർ ആർ നോട്ട് ലെറ്റർ. അപ്പോൾ സം പെയർ ആർ നോട്ട് ലെറ്റർ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓൾ വേർഡ്സ് ആർ ലെറ്റർ, വേർഡ്സ് ഇവിടെ, ലെറ്റർ ഇവിടെ. ഓൾ വേർഡ്സ് ആർ ലെറ്റർ എന്ന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അത് വേണമെങ്കിൽ ആവാമെന്നുള്ളൊരു പോസിബിലിറ്റിയാണ്, പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓൾ വേർഡ്സ് ആർ ലെറ്റർ എന്ന് പറയുന്നത് ഫോളോ ചെയ്യില്ല. അടുത്തത് സം വേർഡ്സ് ക്യാൻ ബി ലെറ്റർ. ഇവിടെ ഒരു പോസിബിലിറ്റിയാണ്, ക്യാൻ ബി. വേർഡ്സ് ഇവിടെ, ലെറ്റർ ഇവിടെ. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് വേർഡ്സ് ക്യാൻ ബി ലെറ്റർ എന്നാണ്. ഓൾറെഡി ഇതെങ്ങനെ നമുക്ക് വേർഡും ലെറ്ററും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. പക്ഷേ പാരൻ്റെ കുറച്ച് ഭാഗം ലെറ്റർ ആവാനും പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നില്ലെങ്കിൽ ഇതിങ്ങനെ കണക്ട് ചെയ്ത് വരച്ചൂടെ, ലെറ്റർ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ പാരൻ്റെ കുറച്ച് ഭാഗം ലെറ്റർ അല്ല, വേർഡ്സുമായിട്ട് കണക്ഷൻ വരും ചെയ്തു. അപ്പോൾ വേർഡും ലെറ്ററും തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ സം വേർഡ് ക്യാൻ ബി ലെറ്റർ എന്നുള്ളത് പോസിബിളാണ്. മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി എ ഫ്യൂവിൻ്റെ കാര്യം എന്തിനാണോ പറയുന്നത് അതുമായിട്ടാണ് നെഗറ്റീവ് റിലേഷൻ വരുള്ളൂ. അതായത് പാരയും ലെറ്ററും തമ്മിലാണ് ഓൺലി എ ഫ്യൂ കണക്ഷൻ. അപ്പോൾ സം പെയർ ആർ ലെറ്റർ, സം പെയർ ആർ നോട്ട് ലെറ്റർ. പക്ഷേ ഈ ലെറ്ററിന് നമ്പറായിട്ടോ വേർഡായിട്ടോ ഒക്കെ റിലേഷൻ വരാം. പാരായിട്ട് മാത്രമാണ് കുറച്ച് ഭാഗം മാത്രമേ റിലേഷൻ ഉള്ളൂ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സം വേർഡ് ക്യാൻ ബി ലെറ്റർ എന്നുള്ളത് പോസിബിൾ ആണ്. കാരണം വേർഡും ലെറ്ററും തമ്മിൽ ഓൺലി എ ഫ്യൂ കണക്ഷൻ ഇല്ല, നമ്പറും ലെറ്ററും തമ്മിൽ ഓൺലി എ ഫ്യൂ കണക്ഷൻ ഇല്ല. അപ്പോൾ വേർഡും നമ്പറൊക്കെ ആയിട്ട് ലെറ്ററിന് കണക്ഷൻ വരാം. പക്ഷേ പാരയായിട്ടാണ് നമുക്ക് ഓൺലി എ ഫ്യൂ റിലേഷൻ ഉള്ളത്. അതുകൊണ്ട് പാരൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ലെറ്റർ, ബാക്കി ഭാഗം ലെറ്റർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ചേത്ന ഈസ് പൂജ. അപ്പോൾ ചേത്ന കവർ ചെയ്തിട്ട് പൂജ വരയ്ക്കണം. ഓൺലി പൂജ ഈസ് ലോകേഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലി പൂജ ഈസ് ലോകേഷ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഓൾ ലോകേഷ് ആർ പൂജ എന്നല്ലേ അർത്ഥം. ഓൺലി എ ആർ ബി പറഞ്ഞാൽ ഓൾ ബി ആർ എ ആണ്. അപ്പോൾ ഓൺലി പൂജ ഈസ് ലോകേഷ് പറഞ്ഞാൽ ഓൾ ലോകേഷ് ആർ പൂജ. അപ്പോൾ പൂജേൻ്റെ ഉള്ളിൽ ലോകേഷ് വരയ്ക്കണം. പക്ഷേ ഇവിടെ ഒരു കണക്ഷൻ, ഇതിപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. പക്ഷേ ഓൺലി ആണ് ഇവിടെ റിലേഷൻ. ഓൺലി പൂജ ഈസ് ലോകേഷ് എന്നാണ്. അപ്പോൾ പൂജയും ലോകേഷും മാത്രമേ അവിടെ റിലേഷൻ വരാനുള്ളൂ. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ല നമ്മൾ ഓർത്തി വെക്കണം. അതാണ് ഫസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നെ നോ ലോകേഷ് ഈസ് ചേതന. ലോകേഷും ചേതനയല്ല, രത്നേഷ്. ലോകേഷും രത്നേഷും തമ്മിൽ റിലേഷൻ ഇല്ല. ഓൺലി ഫ്യൂ രത്നേഷ് ഈസ് രത്ന. അതായത് രത്നേഷിൻ്റെ കുറച്ച് ഭാഗം രത്ന അല്ല. ഇതാണ് ഡയഗ്രാം. ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടിയൊരു ഇൻഫർമേഷനാണ് ഇവിടെ. അതെന്തുകൊണ്ടാണ് നമ്മളെടുത്തത്? ഓൺലി പൂജ ഈസ് ലോകേഷ് ആണ്. ഓൺലി പൂജ ലോകേഷ് ആകുമ്പോൾ ലോകേഷും പൂജയും തമ്മിൽ മാത്രമേ റിലേഷൻ വരുള്ളൂ. അപ്പോൾ ഓൾറെഡി ലോകേഷും ചേതനയും തമ്മിൽ അവിടെ റിലേഷൻ വരില്ല. നമ്മൾ ഇൻഫർ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം ആദ്യം തന്നെ. ഇനി അടുത്ത കൺക്ലൂഷൻ നോക്കാം. സം രത്ന ഈസ് നോട്ട് രത്നേഷ്. രത്ന ഇവിടെ, രത്നേഷ് ഇവിടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൺലി എ ഫ്യൂ രത്നേഷ് ഈസ് രത്ന എന്നാണ്. അതായത് സം രത്നേഷ് ഈസ് രത്ന, സം രത്നേഷ് ഈസ് നോട്ട് രത്ന. തിരിച്ച് സം രത്ന ഈസ് നോട്ട് രത്നേഷ് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അപ്പോൾ ഓൺലി എ ഫ്യൂ രത്നേഷാണ് രത്ന. തിരിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സം രത്ന ഈസ് നോട്ട് രത്നേഷ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. പിന്നെ അടുത്തത് സം രത്ന ക്യാൻ ബി ലോകേഷ്. രത്ന ഇവിടെ, ലോകേഷ് ഇവിടെ. ഇവിടെ പറയുമ്പോൾ ഓൺലി എ ഫ്യൂ പറഞ്ഞ റിലേഷൻ വരുന്നില്ലല്ലോ, രത്നയായിട്ട് റിലേഷൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു ഓൺലി എ ഫ്യൂ ആരുടെയാണോ പറയുന്നത് അവർക്കാണ് ബാക്കിയുള്ളതായിട്ട് റിലേഷനിൽ നെഗറ്റീവായിട്ടുള്ള റിലേഷൻ വരിക. ബാക്കിയുള്ളത് തമ്മിൽ പോസിബിലിറ്റി എന്ത് വേണമെങ്കിൽ വരാം. അപ്പോൾ ഈ രത്നേഷും ലോകേഷും തമ്മിൽ ഒരു നെഗറ്റീവ് റിലേഷൻ പറഞ്ഞത് കൊണ്ട് തന്നെ രത്നയും ലോകേഷും കൂടി കണക്ട് ചെയ്യാൻ പറ്റും. അതായത് സം രത്ന ക്യാൻ ബി ലോകേഷ് എന്ന് പറയുന്നത് ട്രൂ ആണ്. എങ്ങനെ മനസ്സിലായോ? ലോകേഷും രത്നയും തമ്മിൽ കണക്ട് ചെയ്യാണ്ട് വരച്ചാൽ മതി. ഇപ്പോൾ ഈ രത്നേഷ് ഇവിടെ വരച്ചു, ഈ രത്നേനെ കണക്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കയറ്റി വരയ്ക്കുകയാണെങ്കിൽ കിട്ടുമല്ലോ, ലോകേഷും രത്നയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഓൺലി എ ഫ്യൂ ആരുടെയാണോ പറഞ്ഞത് അവർക്ക് മാത്രമാണ് ആ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഒരു പോസിബിലിറ്റീൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ ബാക്കി ആരുമായിട്ടാണെങ്കിലും അവർക്ക് റിലേഷനും വരാം. അപ്പോൾ സം രത്ന ക്യാൻ ബി ലോകേഷ് എന്ന് പറയുന്നത് ട്രൂ ആണ്. പിന്നെ ഈ ഒരു പോയിന്റ് ഇത് നമ്മൾ ഇൻഫർ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ
ഓൾ ചേതന ഈസ് പൂജ, ഓൺലി പൂജ ഈസ് ലോകേഷ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ലോകേഷും ചേതനയായിട്ട് അവിടെ ഒരു റിലേഷൻ ഇല്ല എന്നുള്ള കാര്യം എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കൺക്ലൂഷനിൽ ഇപ്പോൾ പറയാണ് സം ചേതന ക്യാൻ ബി ലോകേഷ് എന്നൊരു കൺക്ലൂഷൻ ഉണ്ട് വിചാരിച്ചോ. സം ചേതന ക്യാൻ ബി ലോകേഷ്, ചേതന ഇവിടെ ലോകേഷ് ഇവിടെ, അതൊരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം നോ ചേതന ഈസ് ലോകേഷ് ആണ് അവിടെ ട്രൂ. കാരണം എന്താണ്, ഓൺലി പൂജ ഈസ് ലോകേഷ് ആണ്. ഓൺലി പൂജ ലോകേഷ് ആണെങ്കിൽ ഉള്ളിലുള്ളവരുമായിട്ട് റിലേഷൻ വരില്ല. ആ ഒരു പോയിന്റ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഓൺലി എ ഫ്യൂവിൽ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ് വരിക. അപ്പോൾ മെയിനായിട്ട് ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം.